ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ബജിയാണ്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ കായം കലക്കി വെച്ചതാണ്. അപ്പോൾ കായം കലക്കി വെച്ചത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ കായം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലൊരു തിക്ക് പരുവത്തിൽ നമ്മളിത് ആക്കിയെടുക്കണം. നല്ല ദോശമാവൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, ആ ഒരു പരുവാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഈ മാവ് നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു തിക്കിൽ വേണം നമ്മൾ സ്ലൈസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതയം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് പീനട്ടിൽ നിന്ന് എടുക്കുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസം കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അവർ നമ്മളോട് യൂസ് ചെയ്ത് നോക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കി വെക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നമ്മുടെ ഈ ഒരു കടലമാവിലേക്ക് മുക്കിയിട്ട് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് മൂക്കണം. മൂത്തതിന് ശേഷമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് ഇങ്ങനെ പപ്പടം പൊളച്ച് വരില്ലേ, അതുപോലെ നന്നായിട്ട് പൊളച്ച് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എണ്ണയാണ് ഒഴിച്ച് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് നേരം എടുത്താലും ഇതുപോലെ ഇങ്ങനെ ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അധികം എണ്ണ വേസ്റ്റായിട്ട് പോവില്ല. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പപ്പടം പൊളച്ച് വരുന്ന പോലെ പൊന്തി വന്നിട്ടുണ്ട്. നമ്മളിതിലോട്ട് എക്സ്ട്രാ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് ഇത് ഇങ്ങനെ നന്നായിട്ട് പൊള്ളച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നല്ല രീതിയിൽ നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ട ഒരു ചമ്മന്തി ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമുക്കൊരു മിക്സിയിലെ ജാറിലോട്ട് നമ്മൾ ഒരു അരമുറി സവാള, ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഇടാം. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു പകുതി ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമുക്ക് ബജിയിലേക്ക് ഉണ്ടാക്കുന്ന ചമ്മന്തി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ബജിക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് ദോശയ്ക്കും ഇഡലിക്കൊക്കെ കൂടെ കഴിക്കാം. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വാവ്, അടിപൊളി, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ തട്ടുകടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ ആ എണ്ണ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. നിങ്ങളുടെ ഭാഗത്തൊക്കെ ഇത് കിട്ടുവാണെങ്കിൽ മേടിച്ച് ഉപയോഗിച്ചോളൂ, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.